നമസ്കാരം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് പാലാറ്റിൻകര ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായ ദേവകി മാഡമാണ്. ദേവകി വാസുദേവനെ എന്താണ് നമ്മളോട് ഇന്ന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഭരണം തുടങ്ങി ഇത്രയും നാളുകൾ എത്തിയിട്ട് ദേവകി വാസുദേവനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനിരിക്കുന്നു എന്നതിന്റെ സൂചകമായിട്ട് ഇന്ന് നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. അതെ, എന്നെ ദേവകി വാസുദേവൻ എന്ന് പറയണ്ട, ദേവകി എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് അതാ ഇഷ്ടം. ഇത്രയും കാലത്തെ ഭരണത്തിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാനത്തിന്റെ ഭരണം നേടിയില്ലേ, അത് തന്നെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമല്ലേ? അങ്ങനെയല്ലേ കരുതേണ്ടത്? പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ദേവ ചേച്ചി? പുതിയ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ മഴക്കാലമല്ലേ, അപ്പൊ ഏറ്റവും മുന്നിൽ നമ്മൾ കാണുന്ന പദ്ധതി എന്ന് പറയുന്നത് മഴക്കുഴി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PWD പുതിയ റോഡുകളൊക്കെ പണിതു. ഇനി അതിന്റെ സൈഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് അതിലേക്കൂടെ വെള്ളം ഒഴുക്കി നമ്മൾ ഓരോ വീട്ടിലും മഴക്കുഴി സ്ഥാപിച്ച് ആ മഴവെള്ളം സംഭരിക്കണം. എന്നിട്ട് നമ്മുടെ ഈ കാർഷിക ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ജലം നമുക്ക് ശുദ്ധീകരിച്ച് വീട്ടാവശ്യങ്ങൾക്കും കൂടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പൊ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നു. വളരെ നല്ലൊരു തീരുമാനമാണ് നമ്മളെ മെമ്പർ നമുക്കായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ പദ്ധതികളിൽ പുതിയതായിട്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മള് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. നേട്ടത്തിനേക്കാൾ ഉപരി മാറ്റം കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അംഗൻവാടി കുഞ്ഞ് പറഞ്ഞില്ലേ ബിർണാണി വേണമെന്ന്, അതായത് ബിരിയാണി വേണമെന്ന്. ആ കുഞ്ഞെന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകയും കൂടിയായ എൻ്റെ അമ്മായിയുടെ ആങ്ങളയുടെ ഭാര്യയുടെ കൊച്ചുമോനാണ്. പുള്ളിക്കാരിയുടെ പേര് രമാദേവി എന്ന് പറയും. ഈ രമാദേവി ചേച്ചിയുടെ കൊച്ചുമോനാണ് ഈ ബിർണാണി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ബിരിയാണി അല്ല കൊടുക്കേണ്ടത്, ശരിക്കും പോഷക സമ്പുഷ്ടമായ ആഹാരങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ആ കുഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഇപ്പോഴേ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി എന്ന് വേണം കരുതാനായിട്ട്. കാര്യം അവൻ അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ആർജവം അവൻ കാണിച്ചു. അപ്പോൾ ഭാവിയിൽ അവൻ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയിട്ട് ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിയായി മാറട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ ദേവകിയമ്മ ആശംസിക്കുകയാണ് കേട്ടോ കുഞ്ഞുമോനെ. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിലും നമ്മളുടെ കൂടെ ഇത്തിരി സമയം ചെലവഴിക്കാൻ കാണിച്ച ഈ മനസ്സ് ഞങ്ങൾ കാണാതെ പോകുന്നില്ല. അതുപോലെ തന്നെ ഇനി വീണ്ടും ദേവകി ചേച്ചിയുടെ പുതിയ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങള്. ഓക്കെ, ബൈ. അതെ, എന്തൊക്കെ കാട്ടിക്കൂട്ടിലായിരുന്നല്ലേ സോഷ്യൽ മീഡിയ കാലഘട്ടല്ലടാ. എന്തൊക്കെ പടച്ചാലും പൊളിയും. പിന്നെ അത് മാത്രല്ല, ഇപ്പത്തെ പിള്ളേർക്കൊക്കെ എന്താ ബുദ്ധി, ഒരിപ്പുകളാണ്. അവര് നമ്മൾ വിചാരിക്കുന്ന പോലല്ല, നമ്മളെക്കാൾ കൂടുതല് ഉടായ്പകൾ അവർക്കറിയാം. എന്റെ ഇപ്പൊ ബലമായ സംശയം എന്താ വെച്ചാലേ, ഇതുപോലത്തെ കള്ളം പറഞ്ഞിട്ട് തന്നെയല്ലേ നമ്മുടെ ദേവിക മെമ്പർ വിജയിച്ചത്? എന്താ സംശയം? ഈ പഞ്ചായത്തില് മൊത്തം വോട്ട് പറഞ്ഞത് എങ്ങനെയാ? കള്ളം പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ. അതെ, ഫുള്ളൂടായ്പ. അല്ലേലും അവര് കള്ളം പറയുമ്പോ മുടുക്ക. നമ്മുടെ ഇപ്പൊ ഇവരുടെ മന്ത്രിസഭ വന്നത് എങ്ങനെയാ? നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതന്നെ, ഇങ്ങനെ ഇരിച്ചോണ്ടിരുന്നിട്ട് തന്നെയാണ്. ശരിക്കും മുഖ്യമന്ത്രി വന്നല്ലോ, അതല്ലേ എല്ലാവർക്കും വേണ്ടത്. കാര്യണ്ടാ, ഇതുപോലെ കള്ളം പറഞ്ഞിട്ടില്ലേ? ഇനി ഓരോന്ന് പറയാൻ പൊളിയും. അവര് പറഞ്ഞ ഓരോ കാര്യം പൊളിയും. നേരത്തെ KSRTC ബസ്സിൽ ഫ്രീ കൊടുക്കുന്നു പറഞ്ഞു, ഇപ്പൊ എന്തായി? അതും കിട്ടിയില്ല. ഇല്ല, KSRTCയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വരെ പോയിരുന്നു. രാത്രി 12 മണിക്ക് ശേഷം ബസ്സില്ല. വലിയ സ്ഥലമായിട്ടാ. അതന്നെ ഞാൻ ആലോചിക്കുന്നത്. അമ്പലത്തിക്ക് എത്ര പേര് വരണതാ? അപ്പൊ പിന്നെ അവിടെ അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? വേണം. വളരെ മോശം. ഒരു ഏകദേശം ഇപ്പൊ അമ്പലത്തില് എത്ര കോടിക്ക് വരുമാനം ഉണ്ടാവും ഒരു ദിവസം? ഒരു 3.5 കോടി കാണും. എങ്കിൽ പിന്നെ അവിടേക്കുള്ള ഒരു ബസ്സെങ്കിലും കൊടുത്തൂടെ? ഇത് വെറും ലാഭം, കൊള്ള ലാഭം. അവിടുത്തെ ഹോട്ടലുകള്, ബിസിനസ്, ചെറുകിട കടകള്, ഇവർക്കൊക്കെ ലാഭം കിട്ടാൻ വേണ്ടിട്ട്. അത് യാത്രക്കാര് വന്നു കഴിഞ്ഞാലല്ലേ, അവിടെ തങ്ങിയാലല്ലേ അവർക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. അവര് വന്നു പോയി കഴിഞ്ഞാൽ കച്ചവടം ഉണ്ടാവോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഗവൺമെന്റ്? അങ്ങോട്ട് ബസ് വിടണ്ടാന്ന് തന്നെ. അതൊക്കെ തന്നെ കള്ളക്കളി. നമ്മുടെ ദേവകി മെമ്പറിനെ ഇന്റർവ്യൂ ചെയ്ത് വെച്ചോളാല്ലേ? ശരി, നമുക്കൊന്ന് കാണണ്ടാലേ? അതെ, ആലോചിക്കുന്നുണ്ട്. ആലോചിക്കാം. ആർക്ക്? എനിക്ക് ആലോചിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതാ. ഹൈറ്റ് കൊണ്ട് നീ മെച്ചവില്ല, ഞങ്ങൾ തമ്മിലാണ്. കൊണ്ടല്ല, മനസ്സുകൊണ്ടല്ല മെച്ചാവണ്ടേ. നീ അത് വിട്. നമുക്കേ ദേവകി മെമ്പർക്ക് എതിരായിട്ട് ഒരു ഫ്ലെക്സ് വെച്ചാലോ? നല്ല കാര്യം. അത് എതിരല്ല, ഇന്റർവ്യൂ പൊളിഞ്ഞതിന്റെ കൂടുതൽ നമുക്ക് വേൾഡ് കപ്പിന് ഫ്ലെക്സ് വെക്കാം. വേൾഡ് കപ്പ് അല്ലേ? നീ ഏതാ? ഞാനാ അർജന്റീന. ഞാൻ ബ്രസീൽ.
സ്വാഭാവികം. അതെങ്ങനെയായി എന്ന് ചോദിക്കരുത്. ബ്രസീലാണ്. എന്നാ നമുക്ക് ഫ്ലെക്സിന്റെ ആയിട്ട് നോക്കിയാലോ? ഓക്കെ, വന്നാ പോവാം. കവുങ്ങ് വെട്ടാൻ പോവാം. വഴുക്കുട്ടാ. കൊച്ചാപ്പിയോ? അയ്യോ, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് വിളിക്കുമായിരിക്കും. ഹലോ കൊച്ചാപ്പി, ഇന്റർവ്യൂ ഉണ്ടാ? എങ്ങനെ ഉണ്ടടാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഉള്ള മണ്ടത്തരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അങ്ങനെ പറയുന്നത് മെമ്പറിനോട് ഏതോ പയ്യൻ ബിരിയാണി ചോദിച്ചെന്നോ എന്തോ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ആ പയ്യൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പയ്യൻ വീഡിയോ ഇട്ടോ? ആ പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അയ്യോ, ഈ പിള്ളേർക്കൊക്കെ ആരാ ഫോൺ കൊടുക്കുന്നു? ഇത്ര കുഞ്ഞു പിള്ളേർക്ക്. അവന്റെ അമ്മൂമ്മയുടെ പേരതല്ല, ഇതാണ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. എടാ, ഞാനതൊരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതാ. ഇനിയിപ്പോ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടത്? ആ പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ അമ്മൂമ്മയുടെ പേര് അതല്ലാന്ന്. ഇതിപ്പോ നാട്ടിലെല്ലാരും അറിഞ്ഞില്ലേ? ആ പഞ്ചായത്തിൽ എല്ലാരും പറയുന്നുണ്ട് മെമ്പറാണ് കള്ളം പറഞ്ഞതെന്ന്. അല്ലടാ, ഇത്ര കുഞ്ഞു പിള്ളേർക്കൊക്കെ ആരാടാ ഈ ഫോൺ കൊടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യിക്കുന്നത്? മെമ്പറെ ഇപ്പൊ ഫോൺ കൊടുത്തതാണോ ഇവിടത്തെ പ്രശ്നം? ഇപ്പൊ മെമ്പർ പറഞ്ഞത് കള്ളമാണെന്ന് ഇവിടെ പൊളിഞ്ഞില്ലേ? അല്ല, ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടത്? നമുക്ക് ആ ഇന്റർവ്യൂ എന്തോ ചെയ്യാൻ പറ്റും? അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാനും? ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ കാര്യമുള്ളൂ മെമ്പറെ, ഒന്നിലിതുമല്ല വീഡിയോ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും. എന്നാ വേറെ ഇന്റർവ്യൂ കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ മറ്റേ ഇന്റർവ്യൂ ഇല്ലേ, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അല്ലപ്പോ ആ ചാനലിൽ തന്നെ കൊടുക്കാനാണോ അതോ വേറെ ചാനലിലോ? അല്ലാതെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ 150 ന്യൂസ് ചാനൽ ഇങ്ങനെ ക്യൂ നിൽക്കുവാണല്ലോ. പൈസ കൊടുത്ത് മാറ്റി ചെയ്യിക്കാനോ? പിന്നെ പൈസ കൊടുക്കാണ്ട് ജയിക്കാൻ അവര് നമ്മളെ പാർട്ടിക്കാരൊന്നും അല്ലല്ലോ. എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു 10,000-15,000 രൂപ ആവുമായിരിക്കും. അയ്യോ, 30,000 രൂപ! ദൈവമേ, ഞാൻ എത്ര കാലം ഇരുന്ന് നിന്നണ്ട കാശ. അയ്യോ, 30,000 രൂപയൊക്കെ എടുത്ത് കൊടുക്കണോടോ? ഇരുന്ന് തിന്നാൻ വേണ്ടിട്ട് കസേര വേണ്ടേ? വേണം. ആ കസേര വേണമെങ്കിൽ ഇത് ചെയ്തേ പറ്റും. അയ്യോ, എന്നാലും 30,000 രൂപ ഇച്ചിരി അധികമല്ലേടാ? എന്റെ പൊന്നു മെമ്പറെ, ഈ മണ്ടത്തരവും പറഞ്ഞിട്ട് ചുമ്മാ കിടന്ന് അതിനങ്ങ് വില വേഷല്ലേ? എന്നാ അവരെ വിളിക്കല്ലേ? മെമ്പറെ, ആ ഇന്റർവ്യൂ എടുത്ത പെങ്കൊച്ചിനോട് വീട്ടിലോട്ട് വരാൻ പറ. എന്നിട്ട് ഈ കാര്യം ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞ അവര് ഡിലീറ്റ് ചെയ്യുവോടാ? അതൊക്കെ മെമ്പറുടെ വാക്ചാതുര്യം പോലിരിക്കും. എന്നാ ശ്രമിച്ചു നോക്കാം. നീ മെമ്പർ വെച്ചോ. ശ്രമിച്ചു നോക്ക്. ഓൾ ദി ബെസ്റ്റ്. ഓ ശരി, ആയിക്കോട്ടെ. എന്റെ ദൈവമേ, 30,000 രൂപ കൊടുത്ത് ഇന്റർവ്യൂ മാറ്റി പറയിക്കണോ? എന്റെ നേതാവേ, അത് എനിക്കൊരു നാക്കുപിഴ പറ്റിപ്പോയതാ. ഇത്ര പെട്ടെന്ന് ഇത്ര ആൾക്കാർ കാണുന്നെന്ന് ആരറിഞ്ഞു? ഇല്ല നേതാവേ, ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത ഒരു പുതിയ വീഡിയോ അങ്ങ് ചെയ്തിട്ടാ പോരെ? എന്റെ പൊന്നോ, അതൊന്ന് ക്ഷമിക്ക്. അതുവരെ ഒന്ന് ക്ഷമിക്ക്. ഈ പുതിയൊരു വീഡിയോ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഓ ശരി. അല്ല, ഞാൻ മെമ്പറേ, എന്താടാ? എടാ ഉണ്ണിയേ, ഈ ചിക്കൻ ബിരിയാണി കഴിച്ച പല്ലിന്റെ ഇടയിൽ കയറില്ലേ? നീ എപ്പോഴും ചിക്കൻ ബിരിയാണി കഴിച്ചേ? എടാ, കളിയാക്കാൻ പറഞ്ഞല്ലേ. പിന്നെ മെമ്പറേ, നമുക്കിപ്പോ ബിരിയാണിയിൽ മുട്ട കിട്ടുന്നില്ല. അംഗനവാടിയിൽ എങ്ങനെ കോഴിമുട്ട കിട്ടുന്നുണ്ടോ? ബിരിയാണിയാ? അതിന് ഞാൻ കാറ്ററിംഗ് സർവീസ് ഒന്നും നടത്തുന്നില്ലല്ലോ. അല്ല, മെമ്പർക്ക് ഇതൊക്കെ അറിയായിരിക്കൂലേ? എടാ, നിനക്കൊക്കെ എന്നത്തിന്റെ കേടാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കേ. നീയൊക്കെ അന്ന് ആ വിഷയം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ ഞാനല്ലേ ക്ഷമിച്ചത്? ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷമിക്കാനും. എന്നിട്ട് എന്നെ കളിയാക്കാനായിട്ട് വന്നിരിക്കുക. അതൊക്കെ ശരി തന്നെ. പക്ഷെ മെമ്പർ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ട. കള്ളം പറയുന്നത് ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ട്. കള്ളം പറഞ്ഞൊന്നുമല്ല. അത് ആ ചേച്ചിനെ വീട്ടിൽ വിളിക്കുന്ന പേരെ ആ കുഞ്ഞിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ കുഞ്ഞങ്ങനെ പറഞ്ഞതാ. അല്ലാതെ ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല. ഓ, അങ്ങനെയാടാ. ഞാനെപ്പോഴും പറഞ്ഞില്ലേ. പക്ഷെ നമുക്ക് ബിരിയാണി മാറ്റിട്ട് നെയ്ച്ചോറാക്കിയാലോ? അവന്റെ ഒരു ബിരിയാണി പൊക്കം ഇടുന്നു. ഒരു ബിരിയാണി കഥയും കൊണ്ട് വന്നിരിക്കുന്നു. എനിക്കൊരു കോൾ വരുന്നു. ഹലോ, മെമ്പർ എന്താ എന്നെ വിളിപ്പിച്ചത്? നമ്മള് കുറച്ചു മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തില്ലേ? എടുത്തു. അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തല്ലേ? നല്ല റീച്ചുള്ള. അല്ല, കുറച്ചു പേരൊക്കെ കണ്ടു. പക്ഷെ അതിനകത്ത് എനിക്ക് ഒരു ചെറിയ നാവ് പിഴ പറ്റി. അപ്പൊ എത്രയും പെട്ടെന്ന്
ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. കണ്ടവരോ കണ്ടു, ഇനി കാണാനുള്ളവരെങ്കിലും കാണാതിരിക്കട്ടെ. അയ്യോ മെമ്പർ, അത് ഡിലീറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഇതൊക്കെ ഞങ്ങളുടെ ചാനലിന്റെ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമല്ലേ. പോരാത്തതിന് അതിന് നല്ല റീച്ചും ഉണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ റീച്ച് കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ കാശ് കൊടുത്താൽ നേടാത്ത ഒരു എത്തിക്സും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിനു വേണ്ടി ഇത്തിരി പൈസ മുടക്കാനാണെങ്കിലും ഞാൻ റെഡിയാണ്. എങ്ങനെയെങ്കിലും അത് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഞാനൊരു 15,000 രൂപ തരാം. 15,000 രൂപയൊക്കെ ഇന്നത്തെ കാലത്ത്, അതും വീഡിയോക്ക് ആണെങ്കിൽ നല്ല അല്ല, റീച്ച്. എന്നാൽ ഒരു 5,000 കൂടെ കൂട്ടി ഒരു 20,000 രൂപ തരാം. എങ്ങനെയെങ്കിലും അതൊന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ഭാവി പോകും. ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അത് കണ്ടിട്ട് ഒരുമാതിരി ഒരു വെറുപ്പായ പോലെ. അബദ്ധം പറ്റിയതാണെങ്കിലും അത് എതിർ പാർട്ടിക്കാർ അതിനെ ഒന്ന് മുതലെടുത്ത് അത് എന്നെ വല്ലാണ്ട് വൈറലാക്കുന്ന വൃത്തികെട്ട രീതിക്ക് അവരുടെ നാട്ടുകാരുടെ മനസ്ഥിതിയൊക്കെ മാറുന്നു. അവർക്കൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യവും വെറുപ്പും ആകുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ രാഷ്ട്രീയ ഭാവി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആൾക്കാരുടെ മുന്നേ അവരുടെ കണ്ണിലുണ്ണിയായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി വെറുതെ ഒന്നും അല്ലല്ലോ, 10,000-20,000 രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിയാണ്. പിന്നെന്താ? ഞാൻ എന്തായാലും മെമ്പറെ, ഞാൻ എൻ്റെ ക്രൂവിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിക്കാനൊന്നുമില്ല, ആ ക്രൂവിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, നമുക്ക് അടുത്ത ഇന്റർവ്യൂ എടുക്കാം. എടുക്കാം. എന്നാൽ അതിന്റെ ചെലവ് എൻ്റെ വക. ഒന്ന് ചോദിക്കണ്ടേ അവരോടൊക്കെ? ഇതിനെന്തോ ചോദിക്കാനാ, ഇയാള് പറഞ്ഞ അവര് കേൾക്കും. പിന്നെ ഞാൻ തരുന്ന ഈ പൈസ ഈ ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് വീതിച്ചെടുക്കാമല്ലോ. എല്ലാവർക്കും ഒരു 10,000 രൂപ വെച്ച് കിട്ടത്തില്ലേ? ചുമ്മാ ഒന്നും അല്ലല്ലോ, ഒരു തുക കിട്ടുന്നതല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കല്ലേ ലാഭം. ഞങ്ങൾക്ക് ലാഭം ഉണ്ടെന്നുള്ളത് ശരി തന്നെ മെമ്പറെ, പക്ഷേ ഇതിലൊരു ഒന്നും പറയണ്ട, മാറ്റി നമ്മൾ എടുക്കുന്നു, ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സെറ്റല്ലേ? ശരി മെമ്പറെ. ഓക്കെ, പോയിട്ട് വേഗം അവരെ കൊണ്ട് വാ. ഓക്കെ. എൻ്റെ മഹാദേവ, ശരിയായ മതിയായിരുന്നു.